RSS അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസിന്റെ ജ്ഞാനസഭ വിദ്യാഭ്യാസ ഉച്ചകോടി ഇന്ന് സമാപിക്കും. RSS മേധാവി മോഹൻ ഭാഗവതും കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുമൊപ്പം ഇന്ന് രാജ്യത്തെ 200ഓളം സർവകലാശാലകളിൽ നിന്നുള്ള വിസിമാരും ചർച്ചകളിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഗവർണർ അടക്കം 200ഓളം സർവകലാശാലകളിൽ നിന്നുള്ള വിസിമാരും ഇന്ന് ചർച്ചകളിൽ പങ്കെടുക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിതി, RSS അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസ് സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭ വിദ്യാഭ്യാസ ഉച്ചകോടി കഴിഞ്ഞ 3 ദിവസമായി നടന്നു പോരുന്നുണ്ട് കൊച്ചിയിൽ. അതിൽ ആദ്യത്തെ 2 ദിവസം എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഇതിന്റെ തുടക്കം, പ്രാരംഭഘട്ടം എന്ന് പറയുന്ന ചിന്തൻ ബൈഠക് ആയിരുന്നു. അതിനടക്കം പങ്കെടുക്കാൻ RSS മേധാവി മോഹൻ ഭാഗവത് എത്തിയിരുന്നു. അതിൽ RSS പ്രതിനിധികൾ, പ്രത്യേകം തെരഞ്ഞെടുത്ത RSS പ്രതിനിധികളാണ് ആ ഒരു ചിന്തൻ ബൈഠക്കിൽ 2 ദിവസത്തെ പിറവം പേപ്പറിൽ നടന്ന ആ ഒരു ചിന്തൻ ബൈഠക്കിൽ പങ്കെടുത്തത്. ഇന്നലെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഗവർണർ അടക്കം പങ്കെടുത്ത ചടങ്ങുകൾ, ചർച്ചകളൊക്കെ ആരംഭിച്ചത്. ഇന്നലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു ചടങ്ങ്, ഈ ഒരു ചർച്ചകളെല്ലാം ആരംഭിച്ചത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടക്കം ആ ഒരു ചർച്ചയിൽ, വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ, ജ്ഞാനസഭയിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള 4 വിസിമാരും ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്നായിരുന്നു ആ ഒരു ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസ രംഗത്തെ സമ്പുഷ്ടീകരിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം, ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണവുമായി കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ തുടർ നടപടികളുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ RSS അനുകൂല സംഘടനയായിട്ടുള്ള RSS തന്നെ ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ ഉച്ചകോടി, നയരൂപീകരണത്തിലൂന്നി കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളം സമ്പുഷ്ടീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഈ ഒരു വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ നടക്കുന്നത്. ആ ഒരു യോഗത്തിലാണ്, ആ ഒരു ചർച്ചയിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള കേരള സർവകലാശാല VC, ഒപ്പം തന്നെ കണ്ണൂർ, കോഴിക്കോട്, കുഫോസ് സർവകലാശാലകളിലെ വിസിമാരാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ചർച്ചകളിൽ പങ്കെടുത്തത്. ഇന്നിപ്പോൾ കൂടുതൽ വിസിമാർ, രാജ്യത്തെ 200ഓളം സർവകലാശാലകളിൽ നിന്നുള്ള വിസിമാർ ഇന്ന് നടക്കുന്ന ഈ വിഷയത്തിലെ തന്നെ തുടർ ചർച്ചകളിലേക്കും ഒക്കെ പങ്കെടുക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഇന്നത്തെ ചർച്ചകളുടെ ഭാഗമാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ജ്ഞാനസഭയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ RSS ഇത്തരത്തിലൊരു സമാന്തരമായ ഒരു വിദ്യാഭ്യാസ ഉച്ചകോടി നടത്തുന്നതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്ത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇതിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന തന്നെ നടത്തിയിരുന്നു. കാരണം അത്രത്തോളം ആശങ്കാജനകമാണ് ഇത്തരത്തിൽ ഒരു സ്വതന്ത്ര സംഘടന ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലൊരു ചടങ്ങുകൾ നടത്തുന്നതിൽ. അതോടൊപ്പം കേരളത്തിലെ സർവകലാശാലകളിലെ വിസിമാർ ഇത്തരത്തിൽ RSS സംഘടന നടത്തുന്ന ഒരു വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ആശങ്കാജനകമാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഒരു യോഗത്തിൽ നടന്ന കേരള ഗവർണർ നടത്തിയ പരാമർശങ്ങളുമൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങളാണ്. കാരണം ഭാരത മാതാവിനെ വിശ്വഗുരുവാക്കി, വിദ്യാഭ്യാസ രംഗത്തിലൂടെ ഭാരത മാതാവിനെ വിശ്വഗുരുവാക്കി മാറ്റണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞത്. കേരളത്തിലെ, അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ കൊളോണിയൽ ആശയങ്ങളുടെ തടവറയിലാണ് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കണമെങ്കിൽ വലിയ രീതിയിൽ നമ്മളടക്കം പ്രയത്നിക്കണം എന്നുള്ളതാണ് കേരള ഗവർണർ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ചർച്ചയുടെ ഭാഗമായി പറഞ്ഞത്. ഇന്നിപ്പോൾ 200ഓളം സർവകലാശാലകളിലെ വിസിമാരാണ്, രാജ്യത്തെ 200ഓളം സർവകലാശാലകളിലെ വിസിമാരാണ്, വൈസ് ചാൻസലർമാരാണ് പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും കൂടെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. മാത്രമല്ല UGC പ്രതിനിധികളും AICTE പ്രതിനിധികളും ഒക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ, ഈ ഒരു തുടർ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസ് മേധാവി, ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അതുൽ കൊത്താരി അടക്കം
സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്നാണ് ഈ ഒരു ജ്ഞാനസഭയുടെ സമാപനം ഉണ്ടാവുക. എന്തായാലും വിദ്യാഭ്യാസ രംഗത്തെ RSS കാവ്യവൽക്കരിക്കുന്നു എന്നുള്ള തരത്തിൽ വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ പ്രചരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ ഉച്ചകോടിയിലേക്ക് ഈ RSS കടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും ഒക്കെ പല സംസ്ഥാനങ്ങളിലായി നടന്നിരുന്നു. ഇത് കേരളത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് വലിയ രീതിയിലൊരു ചർച്ചയായി മാറുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും വലിയ രീതിയിൽ വിമർശനങ്ങൾ സംസ്ഥാന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലൊരു വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ജ്ഞാനസഭ ഇന്നാണ് സമാപിക്കുക. വലിയ രീതിയിൽ VC-മാരടക്കം പങ്കെടുത്ത ഒരു യോഗമാണ് വിദ്യാഭ്യാസ ഉച്ചകോടി എന്നുള്ളതിലുപരി വിദ്യാഭ്യാസ രംഗത്തെ സമ്പുഷ്ടീകരണമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സംഘാടകരടക്കം അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ യോഗം സമാപിക്കുകയാണ്. ഇന്ന് അവസാന ദിവസമായി 200ഓളം സർവകലാശാലകളിൽ നിന്നുള്ള VC-മാരടങ്ങുന്ന ചർച്ചകളൊക്കെ തന്നെയാണ് കൊച്ചി ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുക. ദീപ്തി, ശരി. RSS അനുകൂല സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസിന്റെ ജ്ഞാനസഭ വിദ്യാഭ്യാസ ഉച്ചകോടി ഇന്ന് സമാപിക്കും. RSS മേധാവി മോഹൻ ഭാഗവതും കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കുമൊപ്പം ഇന്ന് രാജ്യത്തെ 200ഓളം സർവകലാശാലകളിൽ നിന്നുള്ള VC-മാരും ചർച്ചകളിൽ പങ്കെടുക്കും. കാളിദാസാണ് വിവരങ്ങൾ നൽകിയത്.